അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ജീവകാരുണ്യ പ്രവർത്തനം ഒരു നാടിൻ്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ച അത്താണിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എൻ്റെ നാടിൻ്റെ പേര് രണ്ടത്താണി എന്നാണ്. അത്താണിയെയും രണ്ടത്താണിയെയും ചേർത്ത് നിർത്തുന്ന ആത്മബന്ധത്തിൻ്റെ പേരാണ് ശാന്തിഭവനം. ശാന്തിഭവൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനും പ്രിയപ്പെട്ട നാസർ മാഷും ഇവിടെ എത്തിയിട്ടുള്ളത്. ഫോക്കസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന ഫോക്കസ് ഇന്ത്യ CEO ഡോക്ടർ UP യഹിയ ഖാൻ്റെ അഭാവത്തിൽ ഫോക്കസ് ഇന്ത്യക്ക് വേണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. മനോഹരമായ ഈ ഒത്തുചേരൽ അവസാനിക്കുന്നത് നല്ല ഭക്ഷണത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ഒരു കഥയുണ്ട്. നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. അതിസമ്പന്നനായ ഒരു മുതലാളിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ ആ കല്യാണ വീട്ടിലെ സേവനങ്ങൾ ചെയ്യാൻ ഒരു ജോലിക്ക് വിളിച്ചിട്ടുള്ള ആളാണ് രാം ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി. കല്യാണത്തിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം മുതലാളി രാം ഗോപാലിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെയും കഴിച്ച് ബാക്കി വന്ന ദമ്മ് പൊട്ടിക്കാതെ വന്ന ഒരു ബിരിയാണിയുടെ ചെമ്പ് അതുപോലെ കുഴിച്ചു മൂടണം. ജോലി ഏൽപ്പിച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മുതലാളി വന്ന് നോക്കുമ്പോൾ ഒരു കുഴിയെടുത്ത് ആ കുഴിയുടെ അടുത്ത് നിസ്സംഗനായിരിക്കുന്ന രാം ഗോപാലിനെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ കുഴിച്ച് മൂടിയില്ലേ? രാം ഗോപാൽ പറയുന്നു, എനിക്കെൻ്റെ മകളെ ഓർമ്മ വന്നു. നിൻ്റെ മകൾക്ക് എന്തു പറ്റി? മകൾ മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? പട്ടിണി കിടന്നാണ്. ഈ കഥ വരച്ചു വെക്കുന്ന ഒരു ചിത്രമുണ്ട്.